ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം യാതൊരു ചെലവുമില്ലാതെ എന്നാൽ വളരെ പവർഫുള്ളായിട്ട് ചെടികൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പൂ കൊഴിയാതിരിക്കുന്നതിനുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വളത്തെ പറ്റിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ കൃഷിയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സമയമാണെന്ന്. എന്നാൽ വളങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വിലയുണ്ട്. മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം നമ്മുടെ ചെടികൾ അത്യാവശ്യമായിട്ടും. അപ്പോൾ അതെല്ലാം നമുക്ക് നിഷ്പ്രയാസമായിട്ടൊരു നമ്മൾ തമ്പനയിൽ പറഞ്ഞതുപോലെ ചാരവും മത്തിയുടെ വേസ്റ്റും മത്തിത്തലയും വാലും ഒക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മൾ മത്തിയുടെ വേസ്റ്റും ചാരവും മാത്രം മതി നമുക്ക് പവർഫുൾ വളം ഉണ്ടാക്കാൻ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫിഷ് അമിനോ ആസിഡ്. മത്തി കൊണ്ടും ശർക്കര കൊണ്ടും മാത്രം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് നല്ല രീതിയിൽ എഫക്റ്റായിട്ടുള്ള ഒരെണ്ണമാണ് ഫിഷ് അമിനോ ആസിഡ്. നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് പണ്ട് തൊട്ടേ കിട്ടുന്ന ഒരെണ്ണമാണ്. ഇത് പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുമുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ പോലും ഈ മത്തി ഫുള്ളായിട്ട് ഇടുവല്ല, മത്തിയുടെ തല ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതും ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടാൽ മതി. അതുപോലെ നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇതേ കണ്ടോ. ഇതിൽ നിന്നാണ് നമ്മളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് ശർക്കരയുടെ ഒരു ചിലവ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം. നമുക്ക് പൂ കൊഴിയാതിരിക്കുന്നതിനും നല്ല രീതിയിൽ കായ്കൾക്ക് വലിപ്പം ലഭിക്കുന്നതിനും കായ്പിടുത്തം നന്നായിട്ടുണ്ടാകുന്നതിനും എല്ലാം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാഴികൾ പ്രത്യേകിച്ച് പയറിലൊന്നും അടുക്കത്തില്ല. ഇത് നമുക്കൊരു ഗ്രോത്ത് ബൂസ്റ്ററായിട്ടും അതുപോലെ തന്നെ കീടങ്ങളെ അകറ്റുന്നതിനും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിന്ന് പറയുന്നത് ഒട്ടും തന്നെ ചിലവില്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. നമ്മളറിയാം, നമ്മൾ വീട്ടിൽ അടുപ്പ് കത്തിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചാരം കിട്ടും. അതിന് നമുക്ക് ചിലവില്ല. നമ്മൾ മീൻ വാങ്ങിച്ചതിന് ശേഷം വരുന്ന വേസ്റ്റ് മത്തിയുടെ തലയും പാലും കുടലും ഒക്കെ എടുക്കും. അതിന് നമുക്ക് ചിലവില്ല. ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ വളം ഉണ്ടാക്കുന്നത്. നമ്മളത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ റിസൾട്ട് കാണിക്കാം. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ റിസൾട്ടാണ്. ഇത് നമുക്ക് അടിവളമായിട്ടിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. ചെടിയുടെ വളർച്ചയ്ക്കാണെങ്കിലും ഏത് ഘട്ടത്തിലാണെങ്കിലും ഇത് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ചെടി ഇടയ്ക്ക് ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ മണ്ണ് കുറച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ വളം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മേൽമണ്ണിട്ട് കൊടുക്കണം. അതുപോലെ അടിവളമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇനി കാണിക്കുന്നത്. നമുക്ക് ഈ പാത്രം തന്നെ എടുക്കാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബക്കറ്റ് അല്ലെങ്കിൽ മൺകലമൊക്കെ എടുക്കണം. ഇതിന് പ്ലാസ്റ്റിക് സഞ്ചിയോ ചാക്കോ ഒന്നും എടുക്കാൻ പാടില്ല. എലിയുടെയൊക്കെ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം ഈ ചാരമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ലെയർ ചാരം ഇട്ട് കൊടുക്കുക. കണ്ടോ. അതിനുശേഷം മത്തി കുറച്ചും കൂടെ ചെറുതായിട്ട് അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ഇത് കമ്പോസ്റ്റായിട്ട് കിട്ടും. അതല്ല ഇപ്പോൾ ഒരു 10-40 ദിവസം കൊണ്ട് ഇങ്ങനെ അരിയുവാണെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിനും നമുക്കൊരു 15-20 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ശർക്കരയുമായിട്ട് നമ്മൾ ആ മെത്തേഡ് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത ലെയറും നമുക്ക് ചാരം ഇട്ട് കൊടുക്കാം. പിന്നെ മീൻ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഇങ്ങനെ ഏറ്റവും മുകളിൽ ചാരം വരുന്ന രീതി വരെ നമ്മൾ ലെയറായിട്ട് എടുക്കുക. വളരെയധികം പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഒരു വളമാണിത്. അപ്പം നിങ്ങൾക്ക് യാതൊരു ചിലവുമില്ല ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്. ഇതുപോലൊരു ബക്കറ്റും ഇങ്ങനെ നമ്മൾ ലെയറാക്കി അടുക്കി വെച്ചാൽ മാത്രം മതി. ഏകദേശം 1 മാസം കഴിയുമ്പോൾ തൊട്ട് നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ അടച്ചു വെക്കുക. ഒരു കാരണവശാലും തുറന്നു പോകരുത്. എലിയോ പൂച്ചയോ ഒന്നും ഇതിനകത്ത് തലയിട്ട് ഇതിനെ ഇളക്കി മറിക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് സേഫായിട്ട് വേണം വെക്കാനായി. മത്തിയുടെ
ചെതുമ്പലൊക്കെ ഉണ്ടല്ലോ അതൊന്നും അലിയാതെ തന്നെ ഇത് കിടക്കും. അല്ലാതെ ബാക്കി വരുന്ന വേസ്റ്റുകളെല്ലാം അലിഞ്ഞ് ചാരത്തിനോട് ചേർന്ന് നല്ല വളമായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്കിത് ഒരു 15 ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മളിത് ഏകദേശം ഇത് കണ്ടോ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, നമ്മൾക്ക് ഏകദേശം ഒരു പിടി വരുന്ന രീതിയിൽ നമുക്കൊരു ചെടിക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. നമുക്കറിയാം ഫിഷ് അമിനോ ആസിഡ് ആണെങ്കിൽ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം, ഇലയിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. അപ്പം അത് ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെയ്യണം. ഒത്തിരി റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് സ്ഥിരമായിട്ട് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം കൃഷി ചെയ്യുന്നവരെല്ലാവരും ഫിഷ് അമിനോ ആസിഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ കുറഞ്ഞ ഒരു 500 രൂപയെങ്കിലും ആകും ഒരു ചെറിയ ബോട്ടിലിന്. അപ്പം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഡെയിലി മീൻ വാങ്ങിക്കുന്നവർക്ക് മിക്ക ആളുകളും ഡെയിലി വാങ്ങിക്കുമല്ലോ, അങ്ങനെയുള്ളവർ കൃഷി ചെയ്യുന്നവരും ഒരു ബക്കറ്റ് എടുത്ത് ഇതുപോലെ കുറച്ച് ലെയറാക്കി എടുത്ത് വെക്കുക. അതിനുശേഷം ബക്കറ്റ് നിറയുമ്പോഴത്തേന് അടുത്ത ബക്കറ്റ് എടുക്കുക. അപ്പോഴത്തേന് ഇത് റെഡി ആയിട്ട് വരും. അപ്പം നമുക്ക് അതും കൃഷിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.